കോഴിക്കോടിനെ നടുക്കി ചാലപ്പുറത്ത് വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമം. പീഡന ശ്രമം ചെറുത്ത് പെൺകുട്ടി ഓടി രക്ഷപ്പെടുന്ന ദൃശ്യം പുറത്തുവന്നു. സംഭവത്തിൽ ബീഹാർ സ്വദേശികളായ 2 പേരെ കസബ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ വഴിത്തിരിവായത് പ്രതിയുടെ ചെരുപ്പാണെന്ന് കസബ സിഐ കിരൺ സി നായർ പറഞ്ഞു. ബീഹാർ സ്വദേശി ഫൈസാൻ അൻവറിന്റെ ചെരുപ്പ് സംഭവസ്ഥലത്ത് നിന്ന് ലഭിച്ചത് കേസിൽ നിർണായകമായെന്ന് സിഐ പറഞ്ഞു. ഇതര സംസ്ഥാന തൊഴിലാളികളെ മുഴുവൻ ട്രാക്ക് ചെയ്യാൻ ഡേറ്റാബേസ് വിപുലീകരിക്കാൻ പോലീസ് നീക്കം തുടങ്ങി. കുട്ടിയുടെ മൊഴിയിൽ നിന്നും കിട്ടിയ ചെറിയ ഇൻഫർമേഷൻ വെച്ചിട്ട് ഇതൊരു അന്യസംസ്ഥാന തൊഴിലാളികളായിരിക്കാം എന്നൊരു ഇൻഡ്യൂഷൻ നമുക്ക് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ഈ പ്രതിയുടെ എന്ന് സംശയിക്കുന്ന ഒരു ചെരുപ്പ് നമുക്ക് കിട്ടി. അതൊരു വഴിത്തിരിവ് തന്നെയാണ്. സത്യം പറഞ്ഞാൽ അതൊരു ഡിവൈൻ ഇൻ്റർവെൻഷൻ എന്ന് പറയും. നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ശ്രമിക്കുമ്പോൾ അത് കിട്ടുമെന്നുള്ളതുപോലെ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ പോലെ നമുക്ക് ആ ഒരു ചെരുപ്പ് കിട്ടി. സംഭവ സ്ഥലത്തിന് അടുത്ത് തന്നെ ഇത്തരത്തിലുള്ള തൊഴിലാളികൾ താമസിക്കുന്നൊരു സ്ഥലമുണ്ടെന്ന് മനസ്സിലാക്കുകയും ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ റെയ്ഡ് നടത്തുകയും ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താ പറയുക, ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയും ഇവരെ ചോദ്യം ചെയ്തതിൽ ഇവരെ ഇത് കൺഫസ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഈ പ്രതികളിലേക്ക് എത്താൻ പറ്റിയത്. ഇവർ ബീഹാർ സ്വദേശികളാണ്. കിഷൻഗഞ്ച് ഇച്ചിരി നൊട്ടോറിയസ് ആയിട്ടുള്ള ക്രിമിനൽസ് വസിക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് എൻ്റെ പേഴ്സണൽ അറിവ്. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി. സമീർ, ഇത് പകൽ സമയത്തുണ്ടായതാണ് എന്നുള്ളത് ഏറ്റവും ഗൗരവതരമാണ്. നൊട്ടോറിയസ് ക്രിമിനൽസ് ആണ് എന്ന് പോലീസ് തന്നെ പറയുകയാണ്. അതായത് നമ്മുടെയൊക്കെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് ഇക്കൂട്ടത്തിലുള്ള ചിലരെങ്കിലും എന്നതല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതിഥി തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള മയക്കുമരുന്ന് ഉപയോഗവും തുടർന്നുള്ള സംഭവങ്ങളും നിത്യസംഭവമാവുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ പോലീസും എക്സൈസും എടുത്തു വരുന്നുമുണ്ട്. അതിനിടയിലാണ് പെൺകുട്ടിക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു സംഭവം കൂടി ഉണ്ടാകുന്നത്. യുവതികൾക്ക് നേരെയും ഇത്തരം അതിക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളും വരുന്നു. ഈ സമീപ നാളുകളിൽ കോഴിക്കോട് നഗരത്തെ നടുക്കിയ ഒരു സംഭവമായിട്ടാണ് ഇതിനെ പോലീസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുമുണ്ട്. കഴിഞ്ഞ 28-നാണ് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന 15-കാരിക്ക് നേരെ ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമം ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് 2 പേരാണ് പോലീസിൻ്റെ പിടിയിലായത്. ബീഹാർ സ്വദേശികളായിട്ടുള്ള ഫൈസാൻ അൻവർ അതുപോലെ തന്നെ ഹിമാൻ അലി എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇതിൽ ഫൈസാനാണ് മുഖ്യപ്രതി. ഈ പ്രതിയുടെ ചെരുപ്പാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായത്. ഇതുമായി ബന്ധപ്പെട്ട് 70ഓളം CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടത്തിയിരുന്നു. അവിടെ നിന്ന് ലഭിച്ച സിമൻറ്റ് പുരണ്ട ഒരു ചെരുപ്പാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായത് എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ അതിഥി തൊഴിലാളികൾ തിങ്ങി പാർക്കുന്ന ഭാഗങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിൻ്റെ അന്വേഷണം നടത്തിയിരുന്നു. ആ വേളയിൽ ഈ ചോദ്യം ചെയ്യലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറിയത് ചപ്പൽ എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന്, ചെരുപ്പ് എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് പ്രതി നൽകിയ ഒരു മറുപടി, അത് ചപ്പൽ ഗൂം ഹോഗയ എന്നാണ്. അതായത് കളഞ്ഞുപോയി എന്നായിരുന്നു ഈ പ്രതി നൽകിയ ആ മൊഴി. അതുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുകയും അതിനൊടുവിലാണ് ഈ പ്രതികളിലേക്ക് എത്തിപ്പെടാൻ കഴിയുകയും ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിഥി തൊഴിലാളികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ രീതിയിൽ ഒരു ഡാറ്റാബേസ് തന്നെ തയ്യാറാക്കാൻ പോലീസിൻ്റെ ശ്രമം നടന്നു വരുന്നത്. എത്രമാത്രം അതിഥി തൊഴിലാളികൾ ഈ കേരളത്തിലുണ്ട്, പ്രത്യേകിച്ച് കോഴിക്കോടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും അതിൽ എത്രമാത്രം പേർക്ക് ഈ അക്രമ സംഭവങ്ങളുമായിട്ട് അവരുടെ പശ്ചാത്തലം എത്രമാത്രമുണ്ട്, അതായത് അക്രമങ്ങളിൽ ഇടപെട്ടവർ അതിൽ ഏതൊക്കെ വിധത്തിൽ മയക്കുമരുന്ന് കേസുണ്ട്, പീഡനമുണ്ട്, അതുപോലെ തന്നെ മറ്റ് തരത്തിലുള്ള പിടിച്ചുപറി കേസുകളൊക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള പശ്ചാത്തലം കൂടി പരിഗണിച്ചുകൊണ്ട് വിവരമായിട്ടുള്ള ഒരു ഡാറ്റാബേസ് തയ്യാറാക്കും. ശക്തമായിട്ടുള്ള പെട്രോളിംഗ് വരും ദിവസങ്ങളൊക്കെ തന്നെ നഗരത്തിൽ നടപ്പാക്കും എന്നുള്ള കാര്യം കൂടിയാണ് കസബ CI വ്യക്തമാക്കുന്നത്. അനുജ, കോഴിക്കോട് ചാലപ്പുറത്താണ് നാടിനെ ഭീതിയിലാക്കിയ സംഭവം ഉണ്ടായത്. ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ഉള്ള ശ്രമം, ആ പെൺകുട്ടി ഓടി രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതിലും പ്രതികൾ നിലവിൽ പോലീസ് പിടിയിലാണ്. പക്ഷേ ഒട്ടേറെ ക്രിമിനലുകൾ ഉൾപ്പെടെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ സംഘത്തിലുണ്ട് എന്നത് പോലീസിന് ഇപ്പോൾ സ്ഥിരീകരിച്ച വിവരമായി തന്നെ പുറത്തുവിടാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡേറ്റാബേസ് പുറത്തുവിടുന്നതിലേക്കൊക്കെ പോലീസ് ഗൗരവമായി തന്നെ കടക്കുകയാണ് എന്നതാണ് സമീർ സി മുഹമ്മദ് നൽകിയ വിവരം.